കാർഷിക കേരളം നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കുക, കാർഷിക മേഖലയെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് 2013-2014 വർഷത്തിൽ ആരംഭിച്ചതാണ് ക്രോപ്പ് ഹെൽത്ത് മാനേജ്മെന്റ് പദ്ധതി. രാസകീടനാശിനികളുടെ അമിതമായ ഉപയോഗം കൊണ്ട് മണ്ണിന്റെ ജൈവിക ഘടനയ്ക്ക് കോട്ടം വരുത്തുന്നതുമായ അവസ്ഥയ്ക്ക് കാരണമായിക്കൊണ്ടിരിക്കുന്നു. വരും തലമുറയെ വിഷരഹിതമായ ഒരു സമൂഹമായി മാറ്റാനും പരമ്പരാഗതമായ കൃഷിരീതികൾ കർഷകർക്ക് പകർന്നു നൽകാനും വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് വിള ആരോഗ്യ പരിപാലനം. ഈ പദ്ധതിക്കായി 2013-14 തൊടുപുഴ ഇളംദേശം ബ്ലോക്കുകളാണ് തിരഞ്ഞെടുത്തത്. ഒരു ഡിസ്ട്രിക്ട് പ്ലാന്റ് ഹെൽത്ത് മാനേജരെയും 3 പെസ്റ്റ് സ്കൌട്ടുകളെയും കൃഷിയിടങ്ങളിൽ നിരീക്ഷിക്കാൻ നിയോഗിച്ചു. ഓരോ പഞ്ചായത്തിലും നെല്ല്, തെങ്ങ്, വാഴ, കുരുമുളക്, പച്ചക്കറി എന്നീ വിളകളുടെ 2 വീതം പ്ലോട്ടുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. മണക്കാട് പഞ്ചായത്തിൽ ആരംഭിച്ചിരിക്കുന്ന അഗ്രോ ഹെൽത്ത് ക്ലിനിക്ക് കർഷകർക്ക് അവരുടെ ചെടികളുടെ കീടങ്ങളെയും അതല്ല അതിൻ്റെ രോഗങ്ങളെയും സംബന്ധിച്ച് കർഷകർക്ക് കൂടുതലായി വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ളതാണ്. ഇത് കർഷകർക്ക് വളരെ പ്രയോജനകരമാണ്. കർഷകർ ഇതുമായിട്ട് വളരെയധികം സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് പച്ചക്കറി കൃഷികളും മറ്റ് പഞ്ചായത്തിൽ അടുക്കളത്തോട്ട കൃഷികൾ വ്യാപകമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. പെസ്റ്റ് സ്കൌട്ട് നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ കീടരോഗ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരമാർഗങ്ങൾ കണ്ടെത്തി കർഷകരെ അറിയിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃഷി നിർദ്ദേശ പത്രിക 2 ആഴ്ചയിലൊരിക്കൽ കർഷകർക്ക് വിതരണം ചെയ്യും. തിരഞ്ഞെടുത്ത കർഷകരുടെ കൃഷിയിടത്തിൽ നിന്ന് മണ്ണ് സാമ്പിളുകൾ എടുത്ത് പരിശോധിച്ച് ഉചിതമായ നിർദ്ദേശങ്ങളും നൽകാറുണ്ട്. കാർഷിക വിളകൾക്ക് എന്തു രോഗം ബാധിച്ചാലും മണക്കാട് ഹെൽത്ത് ക്ലിനിക്കിലെത്തിച്ചാൽ രോഗനിർണയം നടത്തി പരിഹാരം നിർദ്ദേശിക്കുന്നു. അതിനായി ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഒരു ലാബാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. രോഗം ബാധിച്ച വിളകളുടെ ഇല, തണ്ട്, ഫലം എന്നിവ കൾച്ചർ ചെയ്ത് രോഗനിർണയം നടത്താനും സൗകര്യമുണ്ട്. കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ, കീടനാശിനി പ്രയോഗിക്കേണ്ട വിധം എന്നിവയും മണ്ണിന്റെ അമ്ലത്വം പരിശോധിക്കാനുള്ള കിറ്റും ഇവിടെ നിന്നും നൽകുന്നു. ഈ മോഡൽ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്ക് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഇതൊരു ഇൻഫർമേഷൻ സെന്ററും മറ്റതൊരു ലാബുമാണ്. അപ്പോൾ കർഷകർ അവരുടെ രോഗങ്ങളോ കീടങ്ങളോ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളുമായി ഇവിടെ വന്നാൽ അവർക്ക് ആദ്യമേ ഈ ഇൻഫർമേഷൻ സെന്ററിൽ നിന്ന് അവരുടെ രോഗങ്ങളും കീടങ്ങളെക്കുറിച്ചും രോഗബാധയെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു അവബോധം ലഭിക്കും. കൂടാതെ വിശദമായ അന്വേഷണം ആവശ്യമുള്ളതിനാണ് നമുക്ക് ലാബ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ ലാബിൽ മൈക്രോസ്കോപ്പ് ഉൾപ്പെടെയുള്ള എല്ലാവിധ ഇൻസ്ട്രുമെൻസും ഉണ്ട്. ഒരുവിധമുള്ള മണ്ണ് സാമ്പിളുകളെല്ലാം നമുക്കിവിടെ പരിശോധിക്കാനും അതിനകത്തുള്ള അത്യാവശ്യ മൂലകങ്ങളുടെ ലഭ്യതക്കുറവ് മനസ്സിലാക്കാനും അതിനുള്ള പ്രതിവിധികൾ കൊടുക്കുവാനുമായിട്ട് സാധിക്കും. ഹൈറേഞ്ചിൽ നിന്ന് തോപ്രാംകുടി അതുപോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരെ കർഷകരെ സാമ്പിളുകളായി ഇവിടെ വരികയും അങ്ങനെ വരുന്ന കർഷകർ അവരുടെ പ്രതിവിധികൾ നമ്മൾ അവർക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു രജിസ്റ്റർ, നമ്മൾ കേസ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് നമ്മൾക്ക് അവർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവർ കാർഷിക മാർഗങ്ങളൊക്കെ അവലംബിച്ചിട്ട് അവർക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ നമ്മളതൊരു ഫോളോ അപ്പ് നടത്തുന്നുണ്ട്. മിക്കവാറുമുള്ള രോഗങ്ങളുടെ ലക്ഷണവുമായി കർഷകനെത്തിയാൽ സ്പെസിമൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കാണിച്ചു കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതോടൊപ്പം പ്രതിവിധിയും നിർദ്ദേശിക്കുന്നു. അത് ഉപയോഗിക്കേണ്ട രീതിയും പ്രാവർത്തികമാക്കേണ്ട മുൻകരുതലും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. രോഗങ്ങളും കീടങ്ങളും തിരിച്ചറിയാനായി ഇത് സഹായിക്കുന്നു. അതോടെ കീടങ്ങളുടെ ആധിക്യം മനസ്സിലാക്കാനും കർഷകന് അത് തടയാനും സാധിക്കുന്നു. ശാസ്ത്രീയ പ്രസിദ്ധീകരണങ്ങൾ ഉൾപ്പെടുന്ന ലൈബ്രറിയും ഇവിടെയുണ്ട്. കർഷകർക്ക് അറിവ് പകരാനും മുന്നറിയിപ്പ് നൽകാനും
ആവശ്യമായ മുൻകരുതലെടുക്കാനും ഈ ഹെൽത്ത് ക്ലിനിക്ക് കൊണ്ട് സാധ്യമാകുന്നു. എന്തുകൊണ്ടും ഈ വിള ആരോഗ്യ പരിപാലന കേന്ദ്രം കർഷകർക്ക് വലിയ ഒരു അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇടവെട്ടിയിലെ ഒരു നല്ല കർഷകനാണ് അനീഷ് ജോസഫ്. ജാതി, കുരുമുളക്, പച്ചക്കറി തുടങ്ങിയവയെല്ലാം കൃഷി ചെയ്തിരിക്കുന്നു. ഇദ്ദേഹം 10 സെന്റിൽ ഒരു പോളി ഹൗസ് നിർമ്മിച്ചിരിക്കുന്നു. 5.5 ലക്ഷം രൂപ ചെലവ് വന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സാധാരണയായി പോളി ഹൗസിൽ അകത്ത് സ്ഥാപിക്കാറുള്ള സ്പ്രിംഗ്ലർ ഇവിടെ പോളി ഹൗസിന് പുറത്താണ് ഘടിപ്പിച്ചിരിക്കുന്നത്. പോളി ഹൗസ് ചൂടാകാതെ പുറം നനച്ചു കൊടുക്കുന്നു. സാധാരണയായി പോളി ഹൗസിനകത്ത് സെൽഫ് പോളിനേഷൻ നടക്കുന്നവ മാത്രമാണ് കൃഷി ചെയ്യുന്നത്. ഒരു ഷഡ്പദത്തിനും ഉള്ളിൽ കടക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇത്. അതുകൊണ്ട് സാധാരണ കർഷകർ പയറും സലാഡ് വെള്ളരിയുമാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെ അതിന് വ്യത്യസ്തമായി ക്രോസ് പോളിനേഷൻ നടക്കേണ്ട പാവലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. 300 ചുവട് മായ ഇനം പാവലാണ് ഇവിടെ നട്ടിരിക്കുന്നത്. ഹൈബ്രിഡ് വിത്ത് വാങ്ങി നട്ട് മുളപ്പിച്ചാണ് എടുക്കുന്നത്. ഒന്നിച്ച് കായ്ക്കാതിരിക്കാനായി ദിവസ വ്യത്യാസത്തിൽ നടുകയും 3 വ്യത്യസ്ത സമയങ്ങളിൽ വിളവെടുപ്പിന് സാധ്യമാക്കുകയും ചെയ്യുന്നു. ഒന്നിച്ച് വിളവെടുപ്പ് നടന്നാൽ ഉണ്ടാകുന്ന മാർക്കറ്റിംഗ് ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. മണ്ണിര കമ്പോസ്റ്റ്, PGPR ജീവാണുവളം, ട്രൈക്കോഡെർമ ഇവയിട്ട് 3-4 ദിവസം കഴിഞ്ഞ് ഈ തടത്തിലേക്ക് പാവൽ തൈ പറിച്ചു നടും. ചുവട്ടിൽ കൂടി നനയ്ക്കാനായി ഹോളുള്ള ചെറിയ പൈപ്പ് ഇട്ടിരിക്കുന്നു. അതിൽ കൂടി വെള്ളം തുള്ളി തുള്ളിയായി വീണുകൊണ്ടിരിക്കും. 35 ദിവസം കഴിയുമ്പോൾ പൂവിട്ട് തുടങ്ങും. പോളി ഹൗസ് ചെയ്യാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഈ നമ്മുടെ കഠിനമായ മഴ വളരെ കൂടുതലുള്ള ഇന്നലത്തെ കൂട്ടൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും കിട്ടില്ലാത്തൊരവസ്ഥയുണ്ട്. മഴ കൂടുതലുള്ളിടത്ത് നമുക്ക് മഴക്കാലത്ത് നല്ല പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനും വേണ്ടിയാണ് ആദ്യം ഇത് തുടങ്ങി വെച്ചത്. പക്ഷേ ഇത് നല്ല വിജയമായതുകൊണ്ട് അടുത്ത പോളി ഹൗസും പണിത് ഇത് നാട്ടുകാർക്ക് നല്ല പച്ചക്കറി കൊടുക്കാനുള്ള ഒരു സംരംഭമായിട്ട് നമ്മളത് കൊണ്ടുനടക്കുന്നു. അത് ഇടുക്കി ജില്ല ഞങ്ങളൊരു പോളി ഹൗസ് അസോസിയേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രസിഡന്റാണ് ഞാൻ. ഇപ്പം 60ഓളം പോളി ഹൗസുകൾ ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു യൂണിറ്റിൽ കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ പാക്ക് ചെയ്ത ബ്രാൻഡ് ഒറ്റ നെയിമിൽ തന്നെ ബ്രാൻഡ് ചെയ്ത് കൊടുക്കാനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. എറണാകുളം മാർക്കറ്റും കോട്ടയം മാർക്കറ്റും എല്ലാം ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇടുക്കി ജില്ല ഇപ്പോൾ കാന്തല്ലൂർ മേഖലകളിൽ ഒത്തിരി പച്ചക്കറികളും ഇവിടെ താഴെ പിടിക്കില്ലാത്ത ക്യാബേജ്, കോളിഫ്ലവർ എല്ലാം അവിടെ നിന്നും വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 14 കൂട്ടം പച്ചക്കറികൾ ഇപ്പം ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. പിന്നെ പുതിയ ആൾക്കാർ ഈ പ്രാവശ്യം തന്നെ ഒരു 10-30 ആൾക്കാർ പുതിയ പോളി ഹൗസുകൾ പണിയുന്നുണ്ട്. അപ്പോൾ ഇത് വിജയകരമാണ്. എല്ലാവരും ഇതിനകത്ത് ഇപ്പോൾ റബ്ബർ വെട്ടിക്കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ അടുത്ത പോളി ഹൗസ് പണിയുന്നത്. റബ്ബറിൽ നിന്ന് കിട്ടുന്ന ആദായം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മിറ്റം വരെ റബ്ബർ വെച്ചിട്ട് പച്ചക്കറി കടയിൽ പോയി മേടിക്കുന്ന 10 ഏക്കറുള്ള കൃഷിക്കാരെ നമുക്കറിയാം. പക്ഷേ ആരും റബ്ബർ കളയാണ്ട് തയ്യാറാവുന്നില്ല. റബ്ബർ മിറ്റം വരെ വെച്ചിട്ടൊരു പച്ചക്കറി നടാൻ പോലും വെട്ടം കിട്ടാത്ത രീതിയിൽ എല്ലാവരും വിഷങ്ങൾ തന്നെ പിന്നെയും മേടിച്ച് കഴിക്കുന്നു. ഇത് ഒരു 10 സെന്റ് പോളി ഹൗസ് പണിയുന്ന വളരെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ചുവട്ടിൽ ഒഴിക്കുന്ന വെള്ളത്തിൽ കുറച്ച് പൊട്ടാഷ് കൂടി കലക്കി കൊടുക്കാറുണ്ട്. പൂവിട്ട് കഴിഞ്ഞാൽ കൃത്രിമമായ പരാഗണം ഇവിടെ ആവശ്യമാണ്. പാവലിന് ആൺപൂവും പെൺപൂവും പ്രത്യേകമാണ്. തിരിച്ചറിയാൻ എളുപ്പമാണ്. ചെറിയ പാവയ്ക്കയുടെ അറ്റത്താണ് പെൺപൂവ്. ആൺപൂവ് വെറും ഒരു തണ്ടിലും പൂക്കുന്നു. ഇവിടെ പോളി ഹൗസിൽ ഷഡ്പദങ്ങൾക്ക് കടക്കാൻ സാധിക്കാത്തതുകൊണ്ട് കർഷകൻ തന്നെ ഓരോ ആൺപൂവ് പറിച്ചെടുത്ത് പെൺപൂവിൽ മുട്ടിച്ചു കൊടുക്കുന്നു. അങ്ങനെ പോളിനേഷൻ നടക്കുകയും കായുണ്ടാവുകയും ചെയ്യും.
ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ തുടങ്ങിയതാണെങ്കിലും വലിയ ലാഭം തന്നതുകൊണ്ട് അതിപ്പോഴും തുടരുന്നു. സലാഡ് വെള്ളരിയും ഇതിൽ കൃഷി ചെയ്തിരിക്കുന്നു. നന്ദാരി ഇനം വെള്ളരിയാണ് നട്ടിരിക്കുന്നത്. രണ്ടിനും വളപ്രയോഗം ഒരുപോലെ തന്നെയാണ്. സാധാരണയായി കീടനാശിനികൾ തളിക്കേണ്ടി വരാറില്ല. സലാഡ് വെള്ളരിയും നല്ല വിളവ് തരുന്നുണ്ട് എന്നാണ് ഈ കർഷകൻ പറയുന്നത്. 4 ക്രോപ്പുകൾ അനീഷ് ഇതിനോടകം ഈ പോളി ഹൗസിൽ എടുത്തു കഴിഞ്ഞു. ഏറ്റവും ആദ്യം പയറായിരുന്നു. ആദ്യത്തെ ഹൈബ്രിഡ് കൗപ്പി ചെയ്തു. അത് വിജയകരമാണെന്ന് കണ്ട് പയർ 2 പ്രാവശ്യം ചെയ്തു. 3ാമത്തെ ക്രോപ്പും വിജയകരമായിരുന്നു. ഇപ്പോൾ പാവൽ, ഹൈബ്രിഡ് കുക്കുംബർ, മുളക്, ഈ വിളകളാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. മറ്റു യുവാക്കൾക്ക് വളരെയധികം പ്രചോദനം നൽകുന്ന രീതിയിൽ അനീഷ് ഭംഗിയായിട്ട് പോളി ഹൗസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിനോടൊപ്പം തന്നെ അനീഷ് മറ്റൊരു പോളി ഹൗസ് കൂടെ തീർത്തുകൊണ്ടിരിക്കുന്നു. ഇതിന് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സാമ്പത്തിക സഹായവും കടവട്ടി കൃഷിഭവൻ്റെ സാങ്കേതിക സഹായങ്ങളും ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം ഫീൽഡ് വന്ന് കണ്ട് പോളി ഹൗസിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും കീടരോഗ പ്രതിരോധ നിയന്ത്രണ മാർഗങ്ങളും ഞങ്ങൾ കൃത്യമായി ശ്രീ അനീഷിന് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും ഈ പോളി ഹൗസിൽ കൃഷി ചെയ്തിരിക്കുന്നു. അതിനും നല്ല വിളവ് ലഭിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ മറ്റുൽപ്പന്നങ്ങളെല്ലാം VFPCK വഴിയും മറ്റു മാർക്കറ്റിലും വിറ്റഴിക്കുന്നു. പച്ചക്കറികൾ സ്വന്തം വീട്ടുപേരിൽ ബ്രാൻഡ് ചെയ്ത് കവറിലാക്കി വിൽക്കുന്നു. 1/4 കിലോ, 1/2 കിലോ, 1 കിലോ പാക്കറ്റുകളിലാക്കി കടകളിലൂടെ വിൽക്കുന്നു. ഇവയ്ക്കെല്ലാം നല്ല ഡിമാൻഡാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്നു. തൊട്ടടുത്തു തന്നെ ഒരു 10 സെന്റിൽ അടുത്ത പോളി ഹൗസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ പയർ കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബുദ്ധിമുട്ടാനുള്ള മനസ്സും സമയവും ഉണ്ടെങ്കിൽ കൃഷി എന്നും ആദായകരമാവും എന്നതിൽ ഒരു സംശയവുമില്ല. നെല്ലിന്റെ വളർച്ചയിൽ ദുരന്തം വിതയ്ക്കുന്ന 2 പ്രധാന കീടങ്ങളാണ് തണ്ടുതുരപ്പൻ പുഴുക്കളും ഓലച്ചുരുട്ടിപ്പുഴുക്കളും. പെൺശലഭങ്ങൾ നെല്ലോലയുടെ പ്രതലത്തിലിടുന്ന മുട്ട വിരിഞ്ഞിറങ്ങുന്ന തണ്ടുതുരപ്പൻ പുഴു നെല്ലിൻ തണ്ടിനുള്ളിൽ കയറി ഉൾഭാഗം തിന്നു നശിപ്പിക്കുന്നതിനാൽ നെൽനാമ്പ് വാടിയുണങ്ങുന്നു. വിത കഴിഞ്ഞ് 20-25 ദിവസം മുതൽ 90-100 ദിവസം വരെ ഓലച്ചുരുട്ടിപ്പുഴുവിന്റെ ഉപദ്രവം നെല്ലോലകളിൽ കാണാം. തണ്ടുതുരപ്പന്റെയും ഓലച്ചുരുട്ടിയുടെയും ശലഭങ്ങളുടെ മുട്ടകളെ ആക്രമിച്ചു നശിപ്പിക്കുന്ന ഒരു മിത്രകീടമാണ് കടന്നൽ വർഗത്തിൽപ്പെട്ട ട്രൈക്കോഗ്രാമ. രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ ഭാഗമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി കുമരകം പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ തുടങ്ങുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ജൈവ കീട നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ള ഈ ലബോറട്ടറി ഇവിടെ ജൈവ കീട നിയന്ത്രണത്തിനുള്ള ട്രൈക്കോ കാർഡുകളുടെ ഉൽപാദനം ഇവിടെ തുടങ്ങിയത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം പ്രധാനപ്പെട്ട കീടങ്ങളായ തണ്ടുതുരപ്പിനെയും ഓലച്ചുരുട്ടിപ്പുഴുവിനെയും നിയന്ത്രിക്കാനായിട്ട്, അതായത് ഈ കീടങ്ങളുടെ മുട്ടദശയിൽ തന്നെ അവയെ ജൈവിക മാർഗത്തിൽ കൂടെ നിയന്ത്രിക്കുവാനായിട്ടുള്ള ട്രൈക്കോ കാർഡുകളുടെ ഉൽപാദനം. ഈ കാർഡുകൾ നമ്മൾ കാർഡ് രൂപത്തിലാക്കി കൃഷിക്കാർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. നമുക്ക് അരിശലഭത്തിന്റെ കോസൂറ എന്ന് പറയുന്ന അരിശലഭത്തെ ധാരാളമായി ലബോറട്ടറിയിൽ വളർത്തി അവയുടെ മുട്ടകൾ ശേഖരിച്ച് ട്രൈക്കോ കാർഡുകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ധാന്യങ്ങളെ ആക്രമിക്കുന്ന കലവറക്കീടമാണ് കോർസിറ സെഫലോണിക്ക എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന അരിശലഭം. ഇവയെ ഉൽപ്പാദിപ്പിക്കുന്നതിനായി പരീക്ഷണശാലയിൽ പ്രധാന മാധ്യമമായി ചോളം, ഗോതമ്പ്, അരി, ബജ്ര എന്നിവയിലേതെങ്കിലും ഒന്നിൽ നിലക്കടല, ഈസ്റ്റ്, സൾഫർ, സ്പെട്രോമൈസിൻ എന്നിവയുമായി പ്രത്യേക അനുപാതത്തിൽ ചേർക്കുന്നു. 2.5 കിലോഗ്രാമിന്
0.5 cc കോർസിറ മുട്ട എന്ന തരത്തിൽ കലർത്തി തയ്യാറാക്കുന്ന മിശ്രിതം പ്ലാസ്റ്റിക് ട്രേയുകളിലാക്കി കോട്ടൺ തുണി കൊണ്ട് മൂടിക്കെട്ടി പരീക്ഷണശാലയിലുള്ള സ്റ്റീൽ റാക്കുകളിൽ അടുക്കി വയ്ക്കുന്നു. ഓരോ ബേസിൽ നിന്നും ദിവസവും അരിശലഭങ്ങളെ ശേഖരിക്കുന്നു. അങ്ങനെ ശേഖരിക്കുന്ന ശലഭങ്ങളെ നമ്മളൊരു മുട്ട ഇടിക്കാനായിട്ട് ഒരു പ്രത്യേക ചേമ്പറുണ്ട്. ആ ചേമ്പർ എഗ് ലേയിങ് ചേമ്പർ എന്ന് പറയും. ആ ചേമ്പറിനകത്തേക്ക് ഇട്ടിട്ട് ആ ശലഭങ്ങളുടെ മുട്ടകൾ നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്നു. അപ്പം ഈ ശലഭങ്ങളെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മോഡിഫൈ ചെയ്ത ഒരു വാക്യൂം ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് ശലഭങ്ങളെ നമ്മൾ ബേസിൽ നിന്നും ശേഖരിച്ചെടുക്കുന്നത്. അരിശലഭത്തിന്റെ മുട്ടകൾ തന്നെയാണ് ട്രൈക്കോ കാർഡ് തയ്യാറാക്കലിന്റെ അടിസ്ഥാന ഘടകം. ശേഖരിക്കപ്പെടുന്ന മുട്ടകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ശൽക്കങ്ങളും പൊടികളും മറ്റും പ്രത്യേകം തയ്യാറാക്കിയ മോത്ത് സ്കെയിൽ ഫ്രീ ചേംബറിൽ വെച്ച് എക്സ്ഹോസ്റ്റ് ഫാനിന്റെ സഹായത്തോടെ നീക്കം ചെയ്ത് വൃത്തിയാക്കുന്നു. പ്രത്യേക രൂപകൽപ്പനയോടെ തയ്യാറാക്കിയിട്ടുള്ള ട്രൈക്കോ കാർഡിൽ ഒരു ബ്രഷിന്റെ സഹായത്താൽ പശ തേച്ച ശേഷം 1 cc മുട്ട കാർഡിന്റെ പുറത്ത് വിതറുന്നു. ഏകദേശം 18,000 മുതൽ 20,000 മുട്ടകൾ വരെ 1 cc കാർഡിൽ അടങ്ങുന്നു. കാർഡിലെ മുട്ടകൾ ഒട്ടിച്ച ശേഷം UV ചേമ്പറിൽ ഈ കാർഡുകൾ അതിനകത്തേക്ക് വെക്കുന്നു. 15 മിനിറ്റ് സമയം നമ്മൾ റേഡിയേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ജീവനാംശത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് നേരം UV ചേമ്പറിൽ വെക്കുന്നു. അതിനുശേഷം ഈ കാർഡുകൾ വെളിയിലെടുത്ത ശേഷം പരാദീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. മുട്ട പതിച്ച കാർഡുകൾ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റി ട്രൈക്കോഗ്രാമയെ പരാദീകരണത്തിനായി വിട്ട ശേഷം കവർ വായു നിറച്ച് അടയ്ക്കുന്നു. പരാദീകരണത്തിനായി ഉപയോഗിച്ച ട്രൈക്കോ കാർഡിൽ നിന്നും ട്രൈക്കോഗ്രാമ വിരിഞ്ഞ് പുറത്തു വരികയും അവ അരിശലഭത്തിന്റെ മുട്ടകളിൽ അവയുടെ മുട്ട നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നിക്ഷേപിക്കപ്പെടുന്ന മുട്ടകൾ 3 മുതൽ 4 ദിവസങ്ങൾക്കുള്ളിൽ സമാധി ദശയിലെത്തുന്നു. തൽഫലമായി അരിശലഭത്തിന്റെ മുട്ടകൾക്ക് കറുത്ത നിറം കൈവരുന്നു. അങ്ങനെ ട്രൈക്കോഗ്രാമയുടെ സമാധി ദശ വഹിക്കുന്ന കോർസിറ മുട്ടകൾ ട്രൈക്കോ കാർഡുകളായി രൂപപ്പെടുന്നു. ട്രൈക്കോ കാർഡുകൾ ഓരോ cc ആയി മുറിച്ച് പ്ലാസ്റ്റിക് കവറിൽ സീൽ ചെയ്ത് BOD ട്രേയിൽ സൂക്ഷിക്കുന്നു. 1 ഏക്കർ പാടത്ത് ഓരോ cc കാർഡ് 10 ചെറു കാർഡുകളാക്കി മുറിച്ച് പാടത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഓലക്കാലിൽ ഉറപ്പിച്ചു നാട്ടിയോ നെല്ലോലകളിൽ സ്റ്റേപ്പിൾ ചെയ്തോ വയ്ക്കാം. 2 കാർഡുകളും ഓരോ cc വീതം ഇടകലർത്തി ഉപയോഗിക്കേണ്ടതാണ്. നെല്ല് കിളിർത്ത് 20 ദിവസം മുതലോ കീടത്തിന്റെ ശലഭങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ മുതലോ 2 ആഴ്ച ഇടവേളയിൽ 4 മുതൽ 6 തവണകളായി ട്രൈക്കോ കാർഡ് ഉപയോഗിക്കാം. മാരകമായ കീടനാശിനി പ്രയോഗത്തിൽ നിന്നും വിമുക്തമായ ഒരു നെൽകൃഷി മേഖലയ്ക്കായി ട്രൈക്കോ കാർഡുകൾ അതിന്റേതായ പങ്ക് വഹിക്കുമ്പോൾ നമ്മുടെ നെൽവയലുകളിൽ പ്രത്യാശയുടെ നേർത്ത കതിരിളക്കം. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഇരട്ടി നേട്ടം. മനോരമ ബുക്സിന്റെ കൃഷിയിലൂടെ ലക്ഷങ്ങൾ നേടാം, കർഷകശ്രീകളുടെ വിജയകഥകൾ എന്നീ പുസ്തകങ്ങളിലൊന്ന് സൗജന്യം. ഇന്ന് തന്നെ തൊട്ടടുത്ത മനോരമ ഓഫീസുമായി ബന്ധപ്പെടൂ. കർഷകശ്രീയുടെ വാർഷിക വരിക്കാരാകൂ. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജൈവ പച്ചക്കറി കൃഷിയിൽ പരിശീലനം. പോളി ഹൌസ് കർഷകർക്ക് വൈദ്യുതി സബ്സിഡി. വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം കരമന ക്രോപ്പിംഗ് സിസ്റ്റംസ് റിസർച്ച് സെന്ററിൽ 10ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ജൂൺ 2, 3 തീയതികളിൽ ജൈവ പച്ചക്കറി കൃഷിയിൽ സൗജന്യ പരിശീലനം നൽകുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേരെ തിരഞ്ഞെടുക്കും. വിശദമായ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9446
852448. കേര ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും സംസ്കരണവും ഗവേഷണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് നാളികേര ടെക്നോളജി മിഷൻ 21.209 കോടി രൂപയുടെ 19 പദ്ധതികൾക്ക് അനുമതി നൽകി. 4.256 കോടി രൂപയുടെ സബ്സിഡിയും അനുവദിച്ചു. പദ്ധതികളിൽ 5 എണ്ണം ഗവേഷണ പദ്ധതികളും 13 എണ്ണം നാളികേര സംസ്കരണത്തിനും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിനും 1 മാർക്കറ്റ് പ്രമോഷനുമുള്ളതാണ്. നാളികേര വികസന ബോർഡ് ചെയർമാൻ ടി.കെ. ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. കേരളത്തിന്റെ പ്രതിദിനം 15,000 തേങ്ങ തിരഞ്ഞെടുക്കുവാൻ സംസ്കരിച്ച ശേഷിയുള്ള ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ സംസ്കരണ യൂണിറ്റിന് അനുമതി ലഭിച്ചു. കൂടാതെ പ്രതിദിനം 20,000 നാളികേരം സംസ്കരിക്കാൻ 6 ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൌഡർ യൂണിറ്റ്, 3,000 കരിക്ക് സംസ്കരിച്ചെടുക്കാൻ ശേഷിയുള്ള 2 ഇളനീർ സംസ്കരണ യൂണിറ്റ്, 26 മെട്രിക് ടൺ ശേഷിയുള്ള 2 ചിരട്ടക്കരി ഉൽപാദക യൂണിറ്റ്, 20 മെട്രിക് ടൺ ചിരട്ട സംസ്കരിക്കാൻ ശേഷിയുള്ള ഒരു ചിരട്ടപ്പൊടി ഉൽപാദക യൂണിറ്റ്, 12 ലക്ഷം തേങ്ങ പ്രതിദിനം സംസ്കരിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരു ഉണ്ടക്കൊപ്ര യൂണിറ്റും 70 ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് പോയിന്റുകൾ ആരംഭിക്കുന്നതിനുള്ള ഒരു മാർക്കറ്റ് പ്രൊമോഷണൽ പ്രോഗ്രാമും ഇതിൽപ്പെടും. കാർഷിക രംഗത്തിന്റെ സർവോന്മുഖമായ ഉന്നമനം ലക്ഷ്യമാക്കി കർഷകർക്കായി കിസാൻ ചാനൽ ആരംഭിച്ചു. കർഷകർക്ക് SMS വഴി കാർഷിക നിർദ്ദേശങ്ങൾ ലഭ്യമാക്കി. രാജ്യത്തൊട്ടാകെ മെഗാ ഫുഡ് പാർക്ക് എന്ന പേരിൽ 17 ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ അനുമതി നൽകി. 20,000 കോടി രൂപ മുതൽ മുടക്കുള്ള ഈ സംവിധാനം രാജ്യത്തെ 12 ലക്ഷത്തോളം കർഷകർക്ക് സഹായമാകും. സംസ്ഥാനത്തെ പോളിഹൌസ് കർഷകർക്ക് വൈദ്യുതി നിരക്കിൽ സബ്സിഡി അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. 40 മുതൽ 400 സ്ക്വയർ മീറ്റർ വരെയുള്ള 1108 പോളിഹൌസ് കർഷകർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക. പോളിഹൌസുകൾക്കുള്ള വൈദ്യുതി നിരക്ക് നിലവിലെ യൂണിറ്റിന് 6 രൂപയിൽ നിന്ന് 60 പൈസയാണ് സബ്സിഡി നൽകുക. ഇതിനായി പോളിഹൌസുകൾക്ക് പ്രത്യേകം മീറ്റർ ഘടിപ്പിക്കേണ്ടതുണ്ട്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 12,700 രൂപ, കോഴിക്കോട് 13,900, തൃശൂര് 12,800. കൊപ്ര കൊച്ചി 8,630, കോഴിക്കോട് 8,850, തൃശൂർ 8,725. കുരുമുളക് അൺഗാർബിൾഡ് 60,000 രൂപ, ഗാർബിൾഡ് 63,000. ചുക്ക് മീഡിയം 21,500, ബെസ്റ്റ് 23,500. മഞ്ഞൾ സേലം 8,600, ഈറോഡ് 8,900. അടയ്ക്ക 20,000 രൂപ മുതൽ 21,000 വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,600. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,500 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,650 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 12,700 രൂപ, കൊപ്ര 8,630, പിണ്ണാക്ക് എക്സ്പെല്ല 2,500, റോട്ടറി 2,900. കുരുമുളക് അൺഗാർബിൾഡ് 60,000 രൂപ, ഗാർബിൾഡ് 63,000. ചുക്ക് മീഡിയം 21,500, ബെസ്റ്റ് 23,500. മഞ്ഞൾ നാടൻ 9,900. അടയ്ക്ക പുതിയത് 20,000 രൂപ മുതൽ 21,000 വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250 രൂപ മുതൽ 270 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 400 മുതൽ 450 വരെ. ജാതിപത്രി 600 മുതൽ 950 വരെ. ഗ്രാമ്പു 820 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് ക്വിന്റലിന് 12,400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,600. ഒട്ടുപാൽ 8,700, ലാറ്റക്സ് 10,000 രൂപ. കമ്പോള അവലോകനം. കാലാവസ്ഥയിലെ മാറ്റങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് കാർഷിക കേരളം. വരൾച്ച മൂലം ഏതാനും മാസങ്ങളായി നിർത്തിവെച്ച റബ്ബർ ടാപ്പിംഗ് അടുത്ത ദിവസങ്ങളിൽ പുനരാരംഭിക്കുന്നതോടെ തോട്ടം മേഖല വീണ്ടും സജീവമാകും. റബ്ബറിന്റെ വില തകർച്ച മൂലം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണ് ഉൽപാദകർ. മഴയുടെ വരവ് മുന്നിൽ കണ്ട് കൊപ്ര സംസ്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കൊപ്ര കളങ്ങളിൽ തേങ്ങാവെട്ട് വ്യാപകമാണെങ്കിലും വിപണിയിൽ പുതിയ ചരക്കിന്റെ ലഭ്യത ഉയർന്നില്ല. കാലവർഷം സജീവമാകുന്നതോടെ കൊപ്ര വില മെച്ചപ്പെടാം. സംസ്ഥാനത്ത് ഇന്ന് നാളികേരോൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. ഏലക്ക ലേലത്തിന് ഇന്ന് ഇറങ്ങിയത് 1,00,000-ൽ ഏറെ കിലോ ചരക്കാണ്. വിദേശ ഓർഡറുകൾ ലഭ്യമായവരും ഉത്തരേന്ത്യക്കാരും ഉൽപ്പന്നം ശേഖരിച്ചതിനാൽ മികച്ച ഇനങ്ങൾ കിലോ 922 രൂപയായി ഉയർന്നു. ശരാശരി ഇനങ്ങൾ 680 രൂപയിൽ ലേലം കൊണ്ടു. കുരുമുളക് വിപണിയിൽ കാര്യമായ വ്യതിയാനം അനുഭവപ്പെട്ടില്ല. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് 63,000 രൂപയിലാണ്. ഇനി കാലാവസ്ഥ.
കണ്ണൂർ കൂടിയ താപനില 35.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.9 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 36.2, 25.4. കൊച്ചി 33.4, 24.8. ആലപ്പുഴ 34.7, 24. പുനലൂർ 35.2, 25.8. തിരുവനന്തപുരം 34.1, 26.5 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.